രാവിലെ എളുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് കറികളൊന്നും തന്നെ വേണ്ട. ഇനിയിപ്പോൾ കറി ചട്നിയൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്, അതില്ലാതെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നങ്ങ് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 വറ്റൽ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എരിവുണ്ടാവില്ല. അപ്പം നിങ്ങളെ കയ്യിൽ സാധാരണ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്താൽ മതി കേട്ടോ, ചെറിയൊരു മുളക് എടുത്താൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടി പോവും. നല്ല എരിവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ കയ്യിലുള്ള മുളകിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരുപാട് വേണ്ട, ചെറിയൊരു ഫ്ലേവറിനുള്ളത് മാത്രം മതി. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു തക്കാളിയും മുളകൊക്കെ മുളകൊക്കെ ഒന്നങ്ങ് മൂത്ത് വരണം കേട്ടോ. തക്കാളിയും അതുപോലെ തന്നെ ഒന്നങ്ങ് വാടി വരണം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒരു 2 തുള്ളി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതാ നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ മിക്സിയുടെ ജാറ് ചുഴറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ വേണം. ഇനി ഇതാ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ലെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടായിട്ട് വരണം കേട്ടോ പാന്. എന്നിട്ട് ഇതിലേക്ക് ഇതാ മാവ് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തുമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. മുകൾ ഭാഗം ഒന്ന് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ല കേട്ടോ, നല്ലെണ്ണയാണ്. നല്ലെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ദോശയിലേക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അടിവശമൊക്കെ അതാ ഇതുപോലെ അങ്ങ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ടൊമാറ്റോ ദോശ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ടൊമാറ്റോ ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. ചട്നി ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ചൂടോട് കൂടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.